കൊല്ലം തുഷാര കൊലക്കേസിൽ ഭർത്താവ് ചന്തുലാലിനും മാതാവിനും ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി. സ്ത്രീധനത്തിന്റെ പേരിൽ 28 വയസ്സുകാരിയായ തുഷാരയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. അരുൺരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുക. പ്രോസിക്യൂഷന്റെ വാദത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് നരകയാതനയാണ് തുഷാര അനുഭവിച്ചത്. ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകം, ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയായിരുന്നു. സ്ത്രീധനത്തിന്റെ പേര് 2013 വിവാഹം കഴിഞ്ഞിട്ട് തുഷാരയെ അതുമുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ നരകയാതന അനുഭവിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. അരുൺരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺരാജ്, ഒടുവിൽ ശിക്ഷാവിധി വന്നിരിക്കുന്നു, പറയൂ. തീർച്ചയായും സ്മിത, അല്പസമയമാണ് കോടതി ഇക്കാര്യത്തിൽ ശിക്ഷാവിധിയിലേക്ക് കടന്നത്. ഈ കേസ് ഇന്ത്യൻ ജുഡീഷ്യറി തന്നെ റയറസ്റ്റ് കേസാണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ വിധി പ്രസ്താവം. ഈ കോടതി കേസിൽ പറയുന്നത് 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി ഈ കേസിൽ വിധിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ പിഴയും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധിച്ചിട്ടുണ്ട്. ഈ കേസ് തുടക്കത്തിൽ തന്നെ 2019 ബന്ധപ്പെട്ട് ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ തന്നെ കോടതി നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുക, അത് സ്ത്രീധനത്തിന്റെ പേരിൽ, അത് കേട്ടുകേൾവിയില്ല കാര്യമാണ്. ഇന്ത്യയുടെ ജുഡീഷ്യറി പോലും ഞെട്ടിപ്പിക്കുന്ന കൊലപാതകമാണ് അരങ്ങേറിയതെന്നായിരുന്നു വിചാരണ വേളയിൽ കോടതിയുടേതായ കണ്ടെത്തൽ. തുടർന്ന് ഈ വിചാരണ ഘട്ടത്തിലെല്ലാം തന്നെ പ്രതികൾ തങ്ങൾ പട്ടിണിക്കിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും പക്ഷേ കോടതിക്ക് മുമ്പാകെ പ്രോസിക്യൂഷൻ നടത്തിയ ശാസ്ത്രീയമായ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷിമൊഴികളും അടക്കം ഈ നേരത്തെ തുഷാര പട്ടിണി കിടന്നാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു. ഈ പട്ടിണിക്കിടയിലും കൊടിയ പീഡനം തുഷാരയെ തേടി വന്നിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 27 കിലോ മാത്രമായിരുന്നു മരിക്കുമ്പോൾ തുഷാരയുടെ ശരീരഭാരമായി ഉണ്ടായിരുന്നത്. അത് ഈ എല്ല് ഒട്ടി നട്ടലിനോട് ഈ അസ്ഥി ഒട്ടി നട്ടലിനോട് ചേർന്ന് നിൽക്കുന്ന രീതി, അതുപോലെ തന്നെ മാംസം ശരീരത്തിലാകാത്ത രീതി, അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെ എന്തൊക്കെ രീതിയിൽ ഒരു ആഹാരം കഴിച്ചില്ലെങ്കിൽ ദോഷമുണ്ടാകുമോ അതെല്ലാം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് കോടതിക്ക് മുമ്പാകെ എത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതി ഇന്ന് രാവിലെ ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ എന്നീ കാര്യങ്ങളടക്കം കൂടുതൽ കാര്യങ്ങൾ തേടിയിരുന്നു. ഇതിനുശേഷമാണ് കോടതി വിധി പ്രസ്താവത്തിലേക്കടക്കം കടന്നത്. ഈ ദിവസങ്ങളോളം തുഷാര നരകയാതന അനുഭവിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ അവസാനമായി കോടതിക്ക് മുമ്പാകെ എത്തിയത്. ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ആസൂത്രിതമായി തുഷാരയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ പ്രതികൾ എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പറയുന്നത്. സമൂഹത്തിന് നൽകുന്ന സന്ദേശമായി ഈ ശിക്ഷാവിധി മാറണം എന്ന കാര്യം കൂടി നേരത്തെ തന്നെ ഈ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. എന്തായാലും ആഹാരം കൊടുത്തില്ല എന്ന തെളിവില്ല എന്നായിരുന്നു പ്രതിഭാഗം ഇതിനെ കൗണ്ടർ പറഞ്ഞതെങ്കിലും ഇതിന് കോടതിക്ക് മുമ്പാകെ നിന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ കൂടി ഇക്കാര്യത്തിൽ ചേരുന്നുണ്ട്. സർ, ഒരു ഇന്ത്യൻ ജുഡീഷ്യറി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്, ഒരു റയറസ്റ്റ് കേസായിരുന്നു. വിധി പ്രസ്താവന തീർച്ചയായിട്ടും കോടതി അതിന്റെ യഥാർത്ഥ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ച വിധിയിലേക്ക് എത്തിയെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും 302-ന് ഒരു ലൈഫും ഒപ്പം ഓരോ ലക്ഷം രൂപ, 2 പ്രതികൾക്കും ഓരോ ലക്ഷം രൂപയും, 304-ബിയും 304 ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും 344-ന് 2 വർഷവും 5000 രൂപ ഫൈനുമാണ് ഇപ്പോൾ കോടതി നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇപ്പം വന്നിട്ടുള്ളത്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും കോടതിക്ക് മുമ്പാകെ അംഗീകരിച്ചിട്ടുണ്ട്. കോടതി അംഗീകരിച്ചതുകൊണ്ട് തന്നെയാണ്, കാരണം ഇത് നമ്മുടെ രാജ്യത്ത് ഒരു പ്രീസിഡന്റ് ഇല്ലാത്ത കേസാണ്. പ്രസിഡന്റ് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ളൊരു കേസിലില്ല. പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുക എന്നുള്ളൊരു പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം പുതിയ അനുഭവങ്ങൾ തന്നൊരു കേസാണ്. കോടതി പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദഗതികൾ കൃത്യമായി അംഗീകരിച്ചു. കാരണം 304-ബിയും 302-വും ഫൈൻഡ് ചെയ്യുന്നതോടുകൂടി കോടതി പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ അംഗീകരിച്ചു. താങ്കൾ പറഞ്ഞത് സമൂഹത്തിനുള്ള സന്ദേശമാകണം. തീർച്ചയായിട്ടും വേണം. കാരണം ഇത് നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. അത് കുത്തിക്കൊല്ലുകയായാലും ചിലപ്പോൾ മറ്റു തരത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായാലും പലതരത്തിലുണ്ട്. പക്ഷേ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഒരു നേരത്തെ നമുക്കറിയാം, നമുക്ക് വഴിയിൽ പോകുമ്പോൾ ചില മൃഗങ്ങൾക്ക് പോലും നമ്മൾ അതിന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ അതിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന മനുഷ്യരാണ്. ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഒരു മനുഷ്യജീവൻ, അതും 2 കുഞ്ഞുങ്ങളുടെ അമ്മ, അതിനും അപ്പുറം ആ 2 കുഞ്ഞുങ്ങളെ എടുത്തൊന്ന് താലോലിക്കുവാനുള്ള അവസരം പോലും കൊടുക്കാത്ത തരത്തിലായിരുന്നു ഈ പ്രതികൾ അവരോട് പെരുമാറിയിരുന്നുള്ള ഒരു വസ്തുത. ഇതെല്ലാം കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് കോടതി അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വിധി വന്നത്. ഇന്നിപ്പോ രാവിലെ തന്നെ ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന് ശാസ്ത്രീയ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും കോടതി പരിഗണിച്ചിട്ടില്ല.
അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇന്ന് രാവിലെ ഈ പ്രീ സെന്റൻസ് ഹിയറിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കോടതിയോട് അപേക്ഷിച്ചൊരു കാര്യമുണ്ട്. ഇതേപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കോടതിയോട് രണ്ടാം പ്രതി ഇങ്ങനെ കുറെ കാര്യങ്ങൾ അപേക്ഷിച്ചപ്പം ഇതുപോലെ ഒരു അപേക്ഷ ആവശ്യമായിരുന്ന സന്ദർഭം തുഷാര എന്ന് പറഞ്ഞ 28 വയസ്സുള്ള കുട്ടിക്കുണ്ടായിരുന്നു. അത് നിഷേധിക്കപ്പെട്ടവരാണ് ഈ അപേക്ഷയുമായി ഇപ്പൊ കോടതിയിൽ മുമ്പാകുന്നത്. അപ്പോൾ അവർക്കൊരു ലീനിയൻസി ഈ അവസരത്തിൽ ആവശ്യമില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും ഓരോ ലക്ഷം രൂപയാണ്. ഓരോരുത്തരും ഓരോ ലക്ഷം രൂപ. രാവിലെ കോടതി ചോദിച്ചപ്പോൾ അതായത് അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് അതുകൊണ്ട് എന്റെ ശിക്ഷയിൽ ഇളവ് തരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഒന്നാം പ്രതി പറഞ്ഞത്. അമ്മ പറഞ്ഞത് എനിക്ക് സുഖമില്ലാത്ത ആളാണ്, എനിക്ക് മകനുണ്ട്, മകൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് അമ്മയും പറഞ്ഞത്. എന്റെ അറിവിൽ അത് അപൂർവമാണ്. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു കേസ് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഓം പ്രകാശിന്റെ കേസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഭാര്യ മരിച്ചിട്ടില്ല, ഭാര്യ പട്ടിണി കൊല്ലാൻ ശ്രമിച്ചു. 307 മാത്രമാണ് അന്ന് ഉള്ളത്. അത് ട്രയൽ കോടതി അത് ശിക്ഷിക്കുകയും ഹൈക്കോടതി കൺഫേം ചെയ്യുകയും ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിൽ അത് വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ട്രയൽ കോടതി ശിക്ഷിച്ചിരിക്കുന്നു. അത് ഈ പറയുന്ന ഈ കേസിൽ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുകയല്ല, കൊലപ്പെടുത്തി. എക്സിക്യൂഷൻ അവർ സക്സീഡ് ചെയ്തു, അവര് വിജയിച്ചു കഴിഞ്ഞല്ലോ. അതാണല്ലോ എക്സിക്യൂഷനിൽ അവർ വിജയിക്കുമ്പോഴാണ് നിയമത്തിന്റെ അവസാനത്തെ ഫോർത്ത് ലിംബ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ ഒക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ നിയമത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തീർച്ചയായിട്ടും 21 കിലോ. രണ്ടാമത്തെ പ്രസവം 2017 ജൂൺ മാസം 7-ാം തീയതിയാണ് രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നത്. ആ സമയത്ത് തുഷാരയുടെ ഭാരം എന്ന് പറയുന്നത് 48 കിലോയാണ്. 1.5 വർഷശേഷം മരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഭാരമെന്ന് പറയുന്നത് 21 കിലോയും 158 സെന്റിമീറ്റർ ഉയരവുമാണ്. അത് മാത്രവുമല്ല, ആ കുട്ടിയുടെ സ്റ്റൊമക്കിൽ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് പോലും ഉണ്ടായില്ല. ഫുഡ് പാർട്ടിക്കിൾസിന്റെ അല്പം പോലും അംശം ഉണ്ടായിരുന്നില്ല. യൂറിനറി ബ്ലാഡർ empty ആയിരുന്നു. അതെല്ലാം തന്നെ ഡോക്ടർ വത്സല പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുകയുണ്ടായി. അത് ശാസ്ത്രീയമായിട്ട്. അതിനോടൊപ്പം അന്ന് ഇൻക്വസ്റ്റ് നടത്തിയ കൊട്ടാരക്കര തഹസീൽദാർ അദ്ദേഹം ഈ തുഷാരയുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി കോടതി മുമ്പാകെ ഇൻക്വസ്റ്റ് പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ അതും ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയും മൊഴികൾ കൊറോബറേറ്റ് ചെയ്യുന്നതായിരുന്നു. തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാതെ പോകാൻ കഴിയാത്ത തരത്തിലായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് പ്രോസിക്യൂഷന് അഭിമാനകരമായ നിമിഷമായിട്ട് കാണാം. ഇല്ല, കോടതി ഇപ്പോൾ അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊരു വിഷയങ്ങളും ആ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അതിനെന്താന്ന് വെച്ചാൽ വേണ്ടുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്യും. അമ്മയെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത്. അതിനകത്ത് രണ്ടാം സാക്ഷിയായ ഒരു ലിൻസി ഉണ്ട്. ലിൻസി പറയുന്നുണ്ട്, ഒരു ദിവസം തുഷാരയെ അടിക്കുന്നത് കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ട്. സാക്ഷി വഴി പറയുന്നുണ്ട്. അതെ, അല്ലല്ല, രണ്ടാം സാക്ഷി അത് ടീച്ചർ വേറെയാണ്. ടീച്ചറിന്റെ അടുത്ത് ഈ പറയപ്പെട്ട അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത്. ടീച്ചർ 7-ാം സാക്ഷിയാണ്. മിനി വർഗീസ് എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. ടീച്ചർ 7-ാം സാക്ഷി. ടീച്ചറിന്റെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചു, അമ്മയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ഗീത എന്നാണ്. അവര് മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തുഷാര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര എന്നാണെന്ന് അറിയുന്നത്.